ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. അജിയോയിൽ നിന്നുള്ള കുറച്ച് അടിപൊളി ഡ്രസ്സസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. അജിയോയിൽ നിന്ന് നമുക്ക് അടിപൊളി ക്വാളിറ്റിയിലാണ് ഡ്രസ്സസ് കിട്ടാറ്. എനിക്ക് കുറേ വാങ്ങിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെയൊക്കെ നല്ല പ്രീമിയം ആയിട്ട് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസാണ്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടോ. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇതിൽ റെഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെയൊരു ഡ്രസ്സാണ് കേട്ടോ. നീ ലെങ്ത്തിന് താഴെ വരുന്നുണ്ട്. ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്ക് വന്നേക്കുന്നത് ദാ ഈ ഒരു ടൈപ്പാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടാൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. നെക്ക് പഫി സ്ലീവാണ് വന്നേക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലും സെയിം ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് എഡ്ജാണ്. ഇതും ഇങ്ങനെ ടൈറ്റാക്കി കെട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ വേസ്റ്റ് പോർഷനിലും ഇങ്ങനെ ഒരു എലാസ്റ്റിക് വന്നിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ട് എൻഡിലൂടെ ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് റെഡ് കളറിൽ. ഇങ്ങനെ സ്ലീവിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ഗ്രീൻ ഫ്ലവേഴ്സ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. മീഡിയമാണ് 38 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. ബട്ട് ലാർജ് സൈസ് എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. ഈ ഡ്രസ്സ് ഒരു സൈസ് ലൂസിൽ കിടക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി. ഈ ഒരു പഫി സ്ലീവ് അതുപോലെ കിട്ടാനും ഈ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനും ഒരു സൈസ് ലൂസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് സൈസ് എക്സ്ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് റയോൺ മെറ്റീരിയലാണ്. നല്ല ഇത് കോട്ടൺ ആണെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അത്രയ്ക്ക് നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അവർ മെൻഷൻ ചെയ്തേക്കുന്നത് റയോൺ മെറ്റീരിയൽ എന്നാണ്. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നല്ല റേറ്റ് ഉണ്ട്. ഇത് നല്ല ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്. 450 രൂപയ്ക്കാണ് കിട്ടിയത്. 450 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിപ്പോൾ 600 രൂപ 650 രൂപ ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. ബട്ട് ആ പ്രൈസിനാണെങ്കിൽ പോലും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ക്യാഷ്വൽ ഔട്ട്ഫിറ്റായിട്ടും ചെറിയൊരു പാർട്ടിക്കും പിന്നെ ചെറിയ ഷൂട്ടിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റാണിത്. ഞാൻ ഇട്ട് കാണിച്ചത് മസ്റ്റേർഡ് യെല്ലോ കളറിലുള്ള ഈ ഒരു ഡ്രസ്സാണ് അടുത്ത ഡ്രസ്സ്. അടിപൊളി ക്വാളിറ്റി ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയലാണ്. എന്നിട്ട് ഇങ്ങനെ ഹക്കോബ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വരുന്നത്. പഫി സ്ലീവാണ്. കയറിയിട്ടുള്ള ഒരു നെക്കാണ് വരുന്നത്. ബാക്കിൽ ഇതാ ഇങ്ങനെ ബട്ടൺ ഉണ്ട്. ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണിത്. താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ ടയർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കട്ട് വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി ഡ്രസ്സാണ്. അജിയോയിൽ ഞാൻ ഇതുവരെ വാങ്ങിച്ച ഡ്രസ്സസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വാൻ ഹൂസൻ ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ തന്നെ അറിയാലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. ഇതെനിക്ക് നല്ലൊരു ഡീലിലാണ് കിട്ടിയത്. 1350 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് 1600 650 ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. ബട്ട് എങ്കിൽ പോലും ആ ഒരു പ്രൈസിനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി ഓഫേഴ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ലാർജ് സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചെസ്റ്റ് ഏരിയ ഇങ്ങനെ ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു മീഡിയം എടുത്ത ഭാഗമാണ്. ബട്ട് മീഡിയം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവ് ലാർജ് സൈസിൻ്റെ ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ മീഡിയം സൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. അപ്പം ലാർജ് സൈസ് നിങ്ങളുടെ സെയിം സൈസ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്, ലൂസ് ഫിറ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കിടക്കുന്നത്. ഡ്രസ്സിൻ്റെ ഈ മെറ്റീരിയൽ മാത്രമല്ല ഇതിന് ഒരു കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലിലുള്ള ഒരു കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. മിഡി ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിത് ഇട്ട് കാണിച്ചു തരാം. അടുത്ത ഡ്രസ്സ് ദാ ഈ ഒരു ഡ്രസ്സാണ്. ഒരു വൈറ്റ് ഡ്രസ്സാണ്. വൈറ്റിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ബട്ടൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. യോക്ക് പോർഷനിലെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാ സെൽഫായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നതാണ്. അതിൽ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ടോപ്പ് തൊട്ട് താഴെ വരെ ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിൽ യോക്ക് പോർഷൻ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാ സ്ലീവ് ക്യൂട്ടായിട്ടുള്ള ഒരു 3/4 അല്ല നീ ലെങ്ത് വരുന്ന ഒരു സ്ലീവാണ്. ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്നത്. അതിൻ്റെ എൻഡിലായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. യൂസ്ദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. യൂസ്ദ എന്ന് പറയുമ്പോൾ ഈ സ്റ്റുഡിയോ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അതിൻ്റെ ഡ്രസ്സസും അജിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 700 രൂപയ്ക്ക് അവൈലബിൾ ആണ് അജിയോയിൽ.
എല്ലാ സൈസസും തന്നെ ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് കുറച്ച് സീത്രൂ ആണ്, സ്ലിപ്പ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഡ്രസ്സസ്. അപ്പം എന്തുകൊണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് എംബ്രോയിഡറി ഡ്രസ്സസ് അല്ലെ പ്രിന്റഡ് ഡ്രസ്സസ് ഒക്കെ ഇടാൻ അടിപൊളിയായിരിക്കും. നല്ലൊരു മിഡി ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. അപ്പോൾ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇതൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്, കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന് മുന്നേ കാണിച്ച വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇത് യൂസ് ദ ബ്രാൻഡിൻ്റെ തന്നെ ഡ്രസ്സാണ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലിൽ ഇങ്ങനെ യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് പ്ലീറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ആ സെയിം തന്നെയാണ് ബാക്കിലോട്ട് വന്നേക്കുന്നത്. ഈ നെക്കാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലെ കട്ടിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗും തന്നിട്ടുണ്ട്. മിഡി ലെങ്ത് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ലാർജ് സൈസാണ് എടുത്തേക്കുന്നത്. ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 700 റുപ്പീസാണ്. 580 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഭംഗിയുള്ള ഒരു ടയേർഡ് ഡ്രസ്സാണ് അടുത്തത്. ഒരു ടൈപ്പ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ളത്. ഇങ്ങനെ ഒരു കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്. എലാസ്റ്റിക് ഉണ്ട്. വി നെക്കാണ്. അത് തന്നെ അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ കയറിയിട്ടാണ് വന്നേക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇവിടെ 2 ടക്കിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റിൽ കിടക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മിഡി ലെങ്ത് വരുന്നില്ല, ബട്ട് നീ ലെങ്ത്തിന് താഴെയാണ് വന്നേക്കുന്നത്. യോക്ക് പോർഷൻ്റെ താഴേക്ക് 1 2 3 3 ടയേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഷൂട്ടിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇപ്പോൾ സേവ് ദ ഡേറ്റ് അതുപോലത്തെ അല്ലെങ്കിൽ ബർത്ത്ഡേ ചെറിയ അങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. ഈ ഒരു ഡ്രസ്സിന് ലെങ്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇത് നീ ലെങ്ത്തിന് കുറച്ച് താഴെയല്ലേ കിടക്കത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് വേണം എന്നുള്ളവർക്ക് ഒരു 3 ഇഞ്ച് വിട്ടിൽ 2 ഇഞ്ച് 3 ഇഞ്ച് വിട്ടിലൊക്കെ നമുക്ക് ലേസസ് വാങ്ങിക്കാൻ കിട്ടും. അതിപ്പം കുറേ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. മെലാഞ്ച് അങ്ങനെ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു 3-4 മീറ്റർ ലേസ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ നല്ല ലെങ്ത്ത് നമുക്ക് കിട്ടും. ലെങ്ത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം ആ ഒരു ഇഷ്യൂ. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തേക്കുന്നത് ലാർജ് ആണ്. ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ യൂഷ്വലി എടുക്കാൻ സൈസ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. 1160 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ബട്ട് ഇപ്പോൾ ഇത് 900 രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അടുത്ത ഡ്രസ്സ് ഒരു ഷോർട്ട് ഡ്രസ്സാണ് കേട്ടോ. സോച്ച് ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ടോപ്പ് പോർഷനിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് നല്ല കുറേ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇത്രയും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലും അത്രയും തന്നെ പ്ലീറ്റ്സ് പോയിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ എംബ്രോയിഡറി നോക്കി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എംബ്രോയിഡറിയാണ്. സൈഡിലൂടെ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. 3/4 സ്ലീവാണ്. എൻഡിൽ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ മാത്രമല്ല താഴത്തെ പോർഷനിലേക്കും ഇങ്ങനെ എംബ്രോയിഡറി ഇങ്ങനെ ബൂട്ടാസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞി ത്രെഡും സീക്വൻസും കൊണ്ടുള്ള ഒരു ബൂട്ടാസാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൻ്റെ താഴത്തേക്കായിട്ടും ഇങ്ങനെ ക്യൂട്ടായിട്ട് ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചേക്കുന്ന ഈ ഡ്രസ്സസിൽ നിന്ന് ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് 1798 ആ പ്രൈസിന് തന്നെ വേർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണെന്ന് ഞാൻ പറയൂ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലൊക്കെയാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചേക്കുന്നത് 900 രൂപയ്ക്കാണ്. ഇതിലും കുറവായിട്ട് ഇപ്പോൾ അജിയോയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 865 ആ ഒരു പ്രൈസിൽ കിടക്കുന്നു. ഈ ഡ്രസ്സിൻ്റെ താഴെ കുറച്ച് കൂപ്പൺ കോഡ്സ് കാണാം. ആ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ യൂഷ്വൽ സൈസ് തന്നെ ചൂസ് ചെയ്യാം. പെർഫെക്റ്റ് ആണ്. ചെറിയ ഫംഗ്ഷൻസിനും കാഷ്വൽ ഔട്ടിങ്സിനും ഇങ്ങനെ ഫോട്ടോഷൂട്ടിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.